ഹലോ, വെൽക്കം ടു സയൻസ് ഓഫ് സ്കൂൾ പേഷ്യൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീവ്യവസ്ഥയെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തില് നമ്മുടെ അറിവില്ലാതെ എത്രയോ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ലെ. ഹാർട്ട് ബീറ്റ് ആകട്ടെ, ദഹനം, അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ. ഇവയെല്ലാം നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗമാണല്ലോ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേരുന്നതാണല്ലോ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഈ വ്യൂഹങ്ങൾ രണ്ടും വിപരീത ഫലങ്ങളാണ് ഓരോ അവയവത്തിലും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ട് വരാം. ഇപ്പൊ നെർവസ് സിസ്റ്റത്തെ പ്രോബ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന CNS ആൻഡ് PNS, അതായത് കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പരിധീയ നാഡീവ്യവസ്ഥയെന്നും രണ്ടായിട്ട്. CNS ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പരിധീയ നാഡീവ്യവസ്ഥ അതായത് PNS അഫറന്റ് ആൻഡ് എഫറന്റ് ന്യൂറോൺസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആഗമന തന്തുക്കളും നിർഗമന തന്തുക്കളും ഇവയെല്ലാം കൂടെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഈ നെർവുകളെ, ന്യൂറോൺസിനെ. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീവ്യവസ്ഥയും. അപ്പൊ സ്വതന്ത്ര നാഡീവ്യവസ്ഥ വീണ്ടും രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്: സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം. ഇവിടെ നമ്മൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണല്ലോ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. പക്ഷെ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തെ രണ്ടു വാക്കൊന്ന് കേൾക്കുക. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം വൺ ന്യൂറോൺ സിസ്റ്റമാണ് കേട്ടോ. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അത് സിമ്പത്തറ്റിക് ആകട്ടെ പാരാസിമ്പത്തറ്റിക് ആകട്ടെ രണ്ടും 2 ന്യൂറോൺ സിസ്റ്റമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം വൺ ന്യൂറോൺ സിസ്റ്റം എന്താണെന്ന് നോക്കാം. CNS അറിയുന്നത് ഒരു ന്യൂറോൺ മാത്രം അല്ലെങ്കിൽ ഒരു നെർവ് മാത്രം സ്കെലിറ്റൽ മസിലിലോട്ട് വരികയാണ്. അത് വോളിന്ററി മസിലിലോട്ടാണല്ലോ സൊമാറ്റിക് നെർവസ് സിസ്റ്റം പോകുന്നത്, ഇനർവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സൊമാറ്റിക് നാഡീവ്യവസ്ഥയിൽ ന്യൂറോൺ അവസാനിക്കുന്നത് ഐച്ഛിക പേശികളിലാണ്, വോളിന്ററി. ഇവിടെ മയോന്യൂറൽ ജംഗ്ഷൻ ഇതാണല്ലോ മസിലിനും ന്യൂറോണിനും ഇടയ്ക്ക്. ഈ മയോന്യൂറൽ ജംഗ്ഷനിൽ ഈ ന്യൂറോണിന്റെ എൻഡിങ് എന്ത് പുറപ്പെടുവിക്കും? അസറ്റൈൽ കോലിൻ. അപ്പൊ അസറ്റൈൽ കോലിൻ പ്രൊഡ്യൂസ്. അതുകൊണ്ട് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തെ നമ്മൾ സാധാരണ കോളിനാർജിക് ടൈപ്പ് എന്ന് പറയും. അപ്പൊ അത് മനസ്സിലിരിക്കട്ടെ. അപ്പൊ നമുക്കിനി ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 ന്യൂറോൺ സിസ്റ്റമാണ് ഉണ്ടോ, 2 ന്യൂറോൺ ഉണ്ട്. ഇതാവും ഇത് മറ്റൊന്ന്. ഇവിടെ CNS എന്ന ഇതാ ആദ്യം വരുന്ന ഈ ന്യൂറോൺ പ്രീ ഗാംഗ്ലിയോണിക് ആണ്. ഇത് എൻഡ് ഓർഗനിലേക്ക്, അതായത് ടാർഗറ്റ് ഓർഗനിലേക്ക് പോകുന്നത്, ഈ ഗാംഗ്ലിയോണിൽ നിന്ന് ടാർഗറ്റ് ഓർഗനിലേക്ക് പോകുന്നത് മറ്റൊരു ന്യൂറോണാണ്, 2 ന്യൂറോൺ. അപ്പൊ സ്വതന്ത്ര നാഡീവ്യവസ്ഥ അഥവാ ഓട്ടോണമസ് നെർവസ് 2 ന്യൂറോൺ സിസ്റ്റമാണ്. 2 ന്യൂറോകളുടെ ഇടയിൽ എന്തുണ്ട്? ഗാംഗ്ലിയോൺ, അതായത് എന്താ ഇവിടെ ഗാംഗ്ലിയോൺ. ഇനി ഓട്ടോണമസ് നെർവസ് സിസ്റ്റം 2 ന്യൂറോൺ സിസ്റ്റം രണ്ടും, അതായത് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. പക്ഷെ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അഡിനാർജിക് ടൈപ്പ് ആണ്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം കോളിനർജിക് ടൈപ്പ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെയും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെയും ഫിഗർ ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഇത് സിമ്പത്തറ്റിക്കിന്റെ പാരാസിമ്പത്തറ്റിക്കിന്റെ നെർവ് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ സിമ്പത്തറ്റിക് നെർവ്സ് ആണ്, ഇവിടെ പാരാസിമ്പത്തറ്റിക്. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ് പറയുക. നേരെ മറിച്ച് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്നും പറയും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇവിടെ സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അതായത് ഒരു സ്നേക്ക് പെട്ടെന്ന് കൺമുന്നിൽ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ഡോഗ് കുറിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ, ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുക? ഹാർട്ട് ബീറ്റ് കൂടാം, പീപ്പിൾ ഡൈലേറ്റ് ചെയ്യുക, അല്ലെ, ഇങ്ങനെയുള്ള സന്ദർഭം. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന സിമ്പത്തറ്റിക് നെർവുകൾ നോക്കാം. ഇത് CNS ആണ്. ഇവിടെ വരുന്ന നെർവ് ഡൈലേറ്റ് പീപ്പിൾ സഹായിക്കുന്നു.
inhibit salivation, increase heartbeat, relax airways, inhibit activity of stomach, inhibit gallbladder, inhibit activity of intestine, secrete epinephrine or and norepinephrine, relax the bladder, അതായത് urinary bladder. ഇത്രയും കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിലത് നമുക്ക് എൻ്റെ മനസ്സിലാക്കിയാൽ ഒരിക്കലും മറക്കത്തില്ല. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ്. ആ സന്ദർഭത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് എമർജൻസി സിറ്റുവേഷനിൽ ഒന്ന് പീപ്പിൾ ഡയലേറ്റ് ചെയ്യുക, ഹാർട്ട് ബീറ്റ് വർദ്ധിക്കാം, അല്ലെ? പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്സലറേറ്റ് ചെയ്യും, മറ്റേ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ചില കാര്യങ്ങളിൽ എന്താണ് ഇൻഹിബിഷൻ നടക്കുന്നുണ്ട്, സ്റ്റൊമക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ഇൻറ്റസ്റ്റൈൻ, അല്ലെ? അപ്പോ ഇൻഹിബിറ്റ് ഇൻറ്റസ്റ്റൈൻ ആക്ടിവിറ്റി. കാരണം ഈ ഇമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഇതൊന്നും വലുതായിട്ട് പ്രദർശനം നടക്കുകയോ അതിനെ ഒന്നും ആക്സലറേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ, കണ്ടോ? പീപ്പിൾ കൺസ്ട്രിക്ട് പീപ്പിൾ, stimulate saliva, slow heartbeat, constrict airways, stimulate activity of stomach, stimulate gallbladder, stimulate activity of intestine, contract bladder. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇവിടെ നിന്ന് വരുന്ന നെർവുകൾ ആദ്യം സിമ്പത്തറ്റിക് നോക്കാം. സിമ്പത്തറ്റിക്കില് സ്പൈനൽ കോർഡ് ഇത്. അപ്പൊ ഇതിന്റെ ഈ ഭാഗം എന്ന് പറയുന്നത് തോറാസിക് റീജിയനിൽ വരുന്നത്. അപ്പൊ തോറാസിക് റീജിയനിൽ നിന്ന് കുറെ നെർവ് ഇങ്ങനെ വരികയാണ്, കണ്ടല്ലോ. അപ്പൊ തോറാസിക് റീജിയനിലുണ്ട്. പിന്നെ എന്താ ഇത്രയും ഭാഗം നമ്മൾ ലെംബാർ എന്ന് പറയാം, ലെംബാർ റീജിയൻ എന്ന് പറയും. ലെംബാർ റീജിയനിൽ നിന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പത്തറ്റിക് നെർവ് ഫൈബേഴ്സിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? തോറാക്കോ ലെംബാർ ടൈപ്പ് എന്ന് പറയാം. എല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ തോറാക്കോ ലെംബാർ. ദെൻ ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഇതാ ബ്രെയിൻ, സ്പൈനൽ കോർഡ്. ഇവിടെ നിന്ന് ഇത് ഏതാണ് ക്രേനിയൽ റീജിയനില്, അവിടെ നിന്ന് കുറെ നെർവ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ സാക്രൽ റീജിയനിലാണ്, അവിടെ നിന്ന് കുറെ നെർവ് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് നെർവിനെ നമുക്ക് ചേർത്ത് എന്ന് പറയാം ക്രേനിയോ സാക്രൽ എന്ന് പറയാം. അപ്പോൾ സിമ്പത്തറ്റിക് എന്താണ്? തോറാക്കോ ലെംബാർ ഔട്ട്ഫ്ലോയാണ്. നേരെ മറിച്ച് പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ എന്താണ്? ക്രേനിയോ സാക്രൽ ആണ്. ക്ലിയർ അല്ലേ? ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു 2 ന്യൂറോൺ സിസ്റ്റം ആണ് എന്താ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണ്. ഈ 2 ന്യൂറോൺ സിസ്റ്റത്തിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യം സിമ്പത്തറ്റിക് നോക്കാം. ഇതാ സിമ്പത്തറ്റിക്. ഇവിടെ നിന്ന് നെർവ് ഫൈബർ വരികയാണ്. അപ്പൊ ഇവിടെ ഇതിപ്പോ എൻഡ് ഓർഗനിലാണ് അവസാനിക്കുക. ഇവിടെ CNS നിന്ന് നെർവ് ഉത്ഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരം വരുമ്പോൾ ഒരു ഗാംഗ്ലിയോ കാണും. അപ്പൊ ഗാംഗ്ലിയോയുടെ മുന്നിലുള്ള ഭാഗം ഉള്ള ന്യൂറോൺ, ഗാംഗ്ലിയോയുടെ പിന്നിലുള്ള ഭാഗം, അങ്ങനെ നമുക്ക് രണ്ട് തരത്തിലുള്ള ന്യൂറോൺ കൊടുക്കാം. 2 ന്യൂറോൺ സിസ്റ്റം പറഞ്ഞു. അപ്പൊ അത് ആദ്യം CNS മുതൽ ആ ഗാംഗ്ലിയ വരെയുള്ള ഭാഗത്തിൽ കുറച്ച് ദൂരമല്ലേ ഉള്ളത്. അപ്പൊ പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ എന്ന് പറയാം. അപ്പൊ അത് ഷോർട്ടാണ് അല്ലേ? എന്നാൽ ഈ ഗാംഗ്ലിയ മുതൽ എൻഡ് ഓർഗൻ വരെ, അതായത് ടാർഗറ്റ് ഓർഗൻ വരെ ഉള്ളതോ എന്താണ്? പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ ആണ്. അപ്പൊ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ വലുതാണ്. അപ്പൊ സിമ്പത്തറ്റിക് സിസ്റ്റത്തില് അതും 2 ന്യൂറോൺ സിസ്റ്റം ആണ്. പക്ഷെ പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ ഷോർട്ടാണ്, പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ വലുതാണ്. ഇവിടെ നേരെ മറിച്ചാണ്. ഇതാണ്ടോ, ഇവിടെ സപ്പോസ് ഒരു നെർവ് കൊടുക്കാം. ഇവിടെ നിന്ന് ഉത്ഭവിച്ചു, എന്നിട്ട് ഇത് എൻഡ് ഓർഗനിൽ ഏതാണ്ട് എത്തുന്നതിനടുത്ത് വെച്ച്, സപ്പോസ് ഇവിടെയാണെന്ന് ഇരിക്കട്ടെ, ഒരു ഗാംഗ്ലിയ കാണാം. അപ്പൊ പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ ഇത്രയും ദൂരമുണ്ട്, അപ്പൊ അത് കൂടുതലുണ്ട്. ദെൻ ഗാംഗ്ലിയ മുതൽ എൻഡ് ഓർഗൻ വരെ കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തില് ഏതാ വലുത്? പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ വലുതാണ്, പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ ചെറുതാണ്. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ
മറ്റൊരു വ്യത്യാസം രണ്ടും നമ്മൾ പറയാം. ഓക്കെ, ഇവിടെ നോക്കുക. പാരാസിമ്പത്തറ്റിക്കില് പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ വലുതാണല്ലോ, ഇത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ചെറുതാണ്. ഇവിടെ സിമ്പത്തറ്റിക്കിലാണെങ്കിൽ പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ ചെറുതാണ്, വലുതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ, അതായത് പാരാസിമ്പത്തറ്റിക്കിലും സിമ്പത്തറ്റിക്കിലും ഉള്ള പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോണിന്റെ ആ എൻഡിങ് എന്താണ് പുറപ്പെടുവിക്കുന്നത്? നമുക്ക് രണ്ടിലും അസറ്റൈൽ കോയിലാണ്, രണ്ടിലും. പക്ഷേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഇത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ ആണല്ലോ. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ ചെറുത്. അതിന്റെ അഗ്രം പുറപ്പെടുവിക്കുന്നുണ്ടോ അസറ്റൈൽ കോയിലിനാണ്, അല്ലെങ്കിൽ നൈട്രിക് ആസിഡും പ്രൊഡ്യൂസ് ചെയ്യും അത് ചില കേസിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാന്ന് പറയാം? കോളിനാർജിക് ടൈപ്പ് എന്ന് പറയാം. നേരെ മറിച്ച് ഇവിടെ നോക്കി, പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ അതായത് സിമ്പത്തറ്റിക്കില് അത് പുറപ്പെടുവിക്കുന്നത് നോറെപ്പിനെഫ്രിനാണ്, എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിനാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ എന്ത് പറയാം? അഡ്രിനാർജിക് ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ അതിന്റെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. ഇല്ല പോലെ ഐ എം നോട്ട് റിപ്പീറ്റിംഗ്. നമുക്കിനി ഒരു ഡിഫറൻസ്, പ്രധാനപ്പെട്ട ഡിഫറൻസസ് വോട്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നമുക്ക് നമ്മുടെ HSA നാച്ചുറൽ സയൻസ് എക്സാം വരുന്നത് ഏതാണ്ട് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണല്ലോ. സെൻസോബിലെ ക്ലാസ്സിൽ ഇതുവരെ ചേരാത്തവർ വേഗം ചേർന്ന് പഠിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ പല HSA നാച്ചുറൽ സയൻസ് എക്സാമുകളിൽ സെൻസോബിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിലെ സെൻസോബ് റാങ്ക് ഹോൾഡേഴ്സ് ഇവരൊക്കെയാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം ഫസ്റ്റ് റാങ്കാണ്. മറ്റ് ജില്ലകളിലും ഉയർന്ന റാങ്കുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം അത് ചേരാത്തതിൽ ചേർന്ന് പഠിക്കുക. ചിലരുടെ പേര് ഫോട്ടോസ് വിട്ടുപോയി. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഓർഡർ ആയിട്ട് കൊടുത്തിരിക്കുക. നോക്കാം. ക്യാരക്ടേഴ്സ്: സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക്. ഇവിടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ തോറാക്കോ ലംബാർ ആണ് നേച്ചർ ഓഫ് ഔട്ട്ഫ്ലോ, ക്രേനിയോസാക്കിലാണ്. നേച്ചർ ഓഫ് ഗാംഗ്ലിയ സിമ്പത്തറ്റിക്കില് നിയർ ദ സ്പൈനൽ കോഡ് ആൻഡ് ലിങ്ക്ഡ് ടു സിമ്പത്തറ്റിക് കോഡ്. ദെൻ ഇവിടെ പാരാസിമ്പത്തറ്റിക് എന്താണ്? ഗാംഗ്ലിയ ലൈക്ക് ഐസൊലേറ്റഡ് ഐദർ നിയർ ഓർ ഇൻ ദ വാൾ ഓഫ് വിസൽ ഓർഗൻസ്. നേച്ചർ ഓഫ് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബർ സിമ്പത്തറ്റിക്കില് സ്മോളർ ദാൻ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബർ. ഇത് പാരാസിമ്പത്തറ്റിക്കിലാകട്ടെ ലോങ്ങർ ദാൻ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബർ. നേച്ചർ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ്ഡ് ബൈ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബർ. എന്താ? സിമ്പത്തറ്റിക്കില് അഡ്രിനാലിൻ ആൻഡ് അതുകൊണ്ടാണല്ലോ അഡ്രിനാർജിക് ടൈപ്പ് എന്ന് പറയുക. ഇവിടെ അസറ്റൈൽ കോയിലിനാണ്, അതുകൊണ്ട് കോളിനാർജിക് എന്ന് പറയും. ഓക്കെ, താങ്ക് യു.